ഹലോ, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. മുട്ട കൊണ്ടും ബ്രെഡ് കൊണ്ടുമാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പുഴുങ്ങിയ മുട്ട ഞാനിതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ 5 സ്ലൈസ്ഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് വേറെ ഒന്നിലും കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇതിൽ വെറ്റുള്ളത് കൊണ്ട് നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞു വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മുട്ട കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.